പെടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. അങ്ങനെ ചില ആൾക്കാർ പറയുമ്പം ശരിക്കും ഒരു ഫെമിനിസം അങ്ങനെയാണ്. ചേച്ചി എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്ത്രീകളെന്ന് പറയുന്നത് നമ്മൾ ബോൾഡ് ആകുമ്പോഴാണ് പല ആൾക്കാരും അധിക്ഷേപിച്ച് പറയുന്നത് ഫെമിനിസം. ആക്ച്വലി നമ്മൾ പ്രതികരിക്കുമ്പം അതിനെ ഫെമിനിസമായിട്ട് കാണുന്നത് ഒരു വിഷമത്തോടു കൂടിയല്ലേ നമ്മൾ കാണുക, അല്ലേ? ചേച്ചി അതിൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. ഒരു റാപ്പിഡ് ഫയർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ചേച്ചിയുടെ ഒരു വിലയേറിയ അഭിപ്രായം. എനിക്ക് ഫെമിനിസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. സത്യമാണ്, എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം നമ്മൾ ആലോചിച്ചുകൊണ്ട് നടക്കുക എന്താണ് ഈ ഫെമിനിസം സംഭവിച്ചത്. അപ്പോൾ ഈ പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്ത്രീകൾ ആണ്, സ്ത്രീ ശാക്തീകരണം, പെണ്ണെഴുത്ത്, സ്ത്രീകൾ ഈ ലോകത്ത് പിടിച്ചു നിൽക്കണം, അതാണ് സ്ത്രീകൾ അങ്ങനെ നിന്നെങ്കിൽ മാത്രം പുരുഷൻ സ്ത്രീയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീക്ക് സമത്വം നൽകുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ഫെമിനിസം? ഞങ്ങൾക്ക് ഫെമിനിസത്തോട് എനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ അഗൈൻസ്റ്റ് ആണ്. നമുക്കൊരിക്കലും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ടുള്ള എത്രയോ പേരുണ്ട്, എത്ര പേര് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, കൂട്ടുകാരുണ്ട്, പരിചയക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, ആരൊക്കെ സപ്പോർട്ട് തരേണ്ടവരുണ്ട്. ഒന്നും പറ്റില്ല. പുരുഷന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സ്ത്രീക്ക്, അത് എൻ്റെ അഭിപ്രായം കേട്ടോ, അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുണ്ടാവും. പക്ഷെ അവരിൽ പോലും ഒരു സ്വന്തം ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു അച്ഛനെങ്കിലും ഓർക്കണ്ടേ പുരുഷനുള്ളത്. വെരി ട്രൂ, വെരി ട്രൂ. അപ്പോൾ ആ ഒരു അഗൈൻസ്റ്റ് ഫെമിനിസം എനിക്കറിയില്ല. പിന്നെ കഴിവ് തെളിയിക്കാൻ, സ്ത്രീയുടെ കഴിവ് തെളിയിക്കാൻ സമ്മതിക്കാതെ പുരുഷൻ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ അയാൾ ഭയപ്പെടുന്നു, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അയാളെ ഡോമിനേറ്റ് ചെയ്യുമെന്നുള്ള പേടിയുണ്ട്, അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ വെറുതെ ഇട്ടാൽ പോരെ. ഒരു പടി ഞാൻ മോളിൽ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കഴിവിൽ എനിക്ക് ആത്മവിശ്വാസം കൂടും.